ചിഞ്ചുവിന്റെ റൂമിലാണ് ഗൈസ് ഞങ്ങൾ, ഞാനും കുഞ്ഞോളും. എന്ത് ചിഞ്ചു വീഡിയോ കണ്ടാൽ പൂസുമോ? അല്ല, ചിഞ്ചു നല്ല അടിപൊളിയാക്കി പോയ റൂമേനി. കുഞ്ഞുണ്ണിയും കുട്ടികളും ആകെ കുട്ടികളൊക്കെ നിരങ്ങിയിട്ട് കുഞ്ഞോളെന്തെങ്ങനെ ചിരിച്ചേ. അങ്ങനെ ഗൈസ് രാവിലെ ഒരു പൊറോട്ട ഒരു കോഴിമുട്ട ലൈറ്റ് ആയിട്ട് കഴിച്ചു കുഞ്ഞോളെ. അജോ നീച്ചണമില്ല, ഈറടിച്ചു. ഇപ്പൊ ഇന്ന് മുതലൊക്കെ നമ്മൾ രാത്രി കുട്ടികളെ മാറ്റി കിടത്താനുള്ള ഒരു പ്ലാനാണ് അല്ലേ? റൂം മാറ്റി കിടത്താനുള്ള റൂം വെറുതെ ആയി അറിയണേക്കല്ല. അത് മാത്രമൊന്നല്ല കേട്ടോ ഇബ്രാഹിം പുട്ട് ഒന്നുകൂടി പറഞ്ഞ ചിലപ്പോ ചില വാക്കുകൾ ഈ കാരണം കുട്ടികളെ ചിരിപ്പിക്കണത്. പുട്ടും ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കണ. ആണ് അതിന് തന്നെയാണ് ചിരിക്കണത്. ഞാൻ വേറെ കാര്യം, നമ്മളെ മാനിന്റെ സഫീർ അലി മാൻ ഇന്നാൾ ഗൾഫിൽ നിന്ന് വന്ന മുടി മുറിച്ച് ഓനൊന്നും അടിയിൽ ട്രൗസർ ഇടില്ല. കിളിയേ ദിക്റുപാടി കിളിയേ സുബൈക്ക് മീനാരത്തെ വാലം വെച്ച് പാറക്കുന്ന ദിക്റുപാടി കിളി. അപ്പോൾ ഗൈസ് എന്താ വർത്താനം? ഞാനിന്ന് രാവിലെ എണീറ്റതാട്ടോ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ഒരു പാട്ട് പാടാനുള്ള മൂഡ്. അവളിനെ പാട്ടുകാരനൊന്നുമല്ലല്ലോ, പക്ഷെ എന്നാലും പാടും. അതായത് ആ ഒരു രാവിലത്തെ ആ പൂത്താങ്കിരിയുള്ള സൗണ്ട് രാവിലെ നീച്ചാൽ നല്ല വൈബല്ലേ. കാരണം ഞാൻ രാവിലെ നീച്ചിട്ട് കുറേ ദിവസമായി. ഇന്നിപ്പോൾ സോന് പാലിൻ്റെ കുപ്പി കഴിഞ്ഞിട്ട് കുപ്പി കയറാണ്ട് വന്നപ്പോൾ അതിൽ തുറന്നു കൊടുക്കാൻ ഞാൻ നീച്ചതാണ്. പിന്നെ എനിക്ക് ഈ ഒരു അന്തരീക്ഷം, ഈ ഒരു ഇതൊക്കെ പറ്റി. ഈ ഒരു മഞ്ഞിങ്ങനെ ഓരോ ആ ഇലകളുടെ അനക്കങ്ങളും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇലകളുടെ അനക്കമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അനക്കിയാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ വരുന്ന ടൈമിൽ ഇങ്ങനെ ചെറുതായിട്ട് ഈ ഒരു അനക്കണ്ടേന്. ഈ ഒരു അനക്കണ്ടല്ലോ, ചെറിയൊരനക്കം. ആ ഒരു ഇലയുടെ അനക്കങ്ങളും ഒരു കുളിർമുള്ള കാലാവസ്ഥയാണ് രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഇത് കിട്ടുന്ന സംഭവമാണ്, എനർജി കിട്ടുന്ന സംഭവമാണ്. രാവിലത്തെ ഈ ചെറിയ ഇലകളുടെ അനക്കങ്ങളും പൂത്താങ്കിരിയുടെ സൗണ്ടും മഞ്ഞ് വീഴുന്ന കാഴ്ചകളൊക്കെ. മഞ്ഞ് കുറവാണ്, പിന്നെ ഇന്നലെയൊക്കെ ഒരു മഴഞ്ചൻ കാലാവസ്ഥയാണല്ലോ, ഒരു മഴ പെയ്തല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു വേറൊരു വൈബാണ്, ഒരു ഊട്ടിയിലൊക്കെ ഒരു കാലാവസ്ഥ. ഞാൻ ഓരോന്നിങ്ങനെ ആലോചിച്ചേന് ഊട്ടിയിലത്തെ കാലാവസ്ഥ പറഞ്ഞപ്പോൾ. ഇന്നലെ ഊട്ടിക്ക് ഇവരൊക്കെ വിരുന്ന് വയ്ക്കണേ, വിരുന്ന് എല്ലാവരും ടൂർ വയ്ക്കണേ. ആരൊക്കെ? മൂക്കുത്തിപ്പെങ്ങളും മാക്സിപ്പെങ്ങളും ആള്ളിയന്മാരൊക്കെ. എന്നിട്ട് അവിടെ സമരത്ത് പോയി പെട്ടുക. എന്നിട്ട് ചോറുമില്ല, കഞ്ഞിയില്ല, റൂമും ഇല്ല, റോട്ടിൽ കൂടെ ഉണ്ട് അലഞ്ഞ് നടക്കണം കുട്ടികളെയും കൊണ്ട്. ട്രിപ്പ് പോയത് നാട്ടിൽ, അതായത് ട്രിപ്പ് നമ്മളെന്തിനാണ് പോകണത്? ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകാണല്ലോ. ഒരു മനസ്സിലത്തെ സ്ട്രെസ്സൊക്കെ ഇത് ഓൾക്ക് ട്രിപ്പ് പോയതായിപ്പോൾ ഏറ്റവും വലിയ സ്ട്രെസ്സ്. അതിൻ്റെ സങ്കടം തീരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സങ്കടം മാറ്റാൻ നാട്ടിലൊന്ന് കുറച്ച് ദിവസം നിൽക്കണം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ അവസ്ഥയായി പോയി. അപ്പോൾ കുഞ്ഞോളും കുട്ടികളും ഒന്നും നീച്ചിട്ടില്ല. രാവിലെയാണിത്, അതിരാവിലെ പറഞ്ഞാൽ ഒരു 5 മണി 5:30 ആകണ നേരത്താണ്. അപ്പം ഇനി നമ്മൾ വ്ളോഗൊക്കെ ഒന്ന് ആക്റ്റീവ്, നോമ്പിന് നമ്മൾ വളരെ ഡൗൺ ആയിരുന്നു. അപ്പം ഇനി വ്ളോഗൊക്കെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം എന്നുള്ളൊരു മൈൻഡും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ പോയോ. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ എന്നില്ലാത്തൊരു നീച്ചിലാണല്ലോ ഇപ്പം ഇന്ന് രാവിലെ നീച്ചത്. പൈച്ചിട്ട് നിൽക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ. അപ്പോൾ ആദ്യം എന്തെങ്കിലും പോയിട്ട് ഒന്ന് തിന്നിട്ട്. അപ്പോൾ ഇവിടെ തിന്നാനൊന്നും ആയിട്ടില്ല, കാരണം കുട്ടികളൊന്നും നീച്ചിട്ടില്ലല്ലോ. കാരണം നേരം പരപര വെളുക്കുള്ളൂ. കോഴി കണ്ടോ കൂക്കട് കണ്ടോ? കോഴി കൂക്കി കണ്ടില്ലേ? ഇപ്പോൾ വിശ്വാസമായില്ലേ? അപ്പോൾ കോഴിൻ്റെ കൂക്കലിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കുറേ കാലത്തിന് ശേഷം കേൾക്കണേ. പൊതുവേ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ നാട്ടുകാർ ഇങ്ങനെ കൂക്കുന്നില്ല, അല്ലാതെ എന്താ കോഴിക്കള രാവിലത്തെ ആ കൂക്കലൊക്കെ അതൊക്കെ ഒരു ഈ വള്ളിച്ചെടിയൊക്കെ നോക്കുകയാണെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞതാണ് ഗൈസ്. നോക്കുകയാണെ കൂടി നിന്ന് കൂട്ടിപ്പിടിച്ച് വളരുന്ന ഈ ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നമ്മളിന്ന് വെട്ടിയിടും. അതൊക്കെ മറന്നുകണിയാണ്. അതൊക്കെ പാമ്പുകൾ വരും, ഓരോരോ കാടുകൾ അല്ലേ. ഈറടിച്ച കണ്ടിട്ട് ഞാൻ നല്ല വർണ്ണിക്കുകയാണ്. പിന്നെയാണ് എനിക്കിങ്ങനെ മനസ്സിലായത് അത് നമ്മളെ കയറ്റുമ്പോൾ കൂടെ, അതായത് നമ്മളെ നെഞ്ഞത്ത് കൂടെയാണല്ലോ പോലെ കൂട്ടിപ്പിടുത്തം.
എന്തെങ്കിലുമൊക്കെ ഒന്ന് ലൈറ്റായിട്ട് പോയിട്ട് കഴിച്ചു പോട്ടെ. കാരണം രാവിലെ നീച്ചാൻ പാടില്ല പോലും, നീച്ചാൽ പള്ള കത്തിക്കോളം പോലും. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അടിയിൽ ട്രൗസറൊന്നും ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ പോയി വല്ല വണ്ടി മുച്ച് കൂണ ട്രൗസറില്ലാതെ യൂട്യൂബർ അൻഷഫ് മോനിക്കൽ റോട്ടിൽ കിടക്കുന്നു അറിയാവും. പിന്നെ ഇതൊക്കെ ഒരു ധൈര്യമാണിത്. ഇതൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ട്രൗസർ ഇടാതെ തുണി മാത്രം എടുത്ത് അങ്ങാടിക്ക് പോയിക്കണം. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. മഞ്ഞല്ല കേട്ടത്, ചെറിയൊരു ഇളം മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം, നമ്മളെ മാനില്ലേ സഫീർ അലി മാൻ, ഇന്നാൾ ഗൾഫിൽ നിന്ന് വന്ന മുടി മുറിച്ച് ഓനൊന്നും അടിയിൽ ട്രൗസർ ഇടില്ല. കാരണം ഓരൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു വൈബർ അത് വേറെയാണ്. ആ തുണി മാത്രം എടുത്ത് അങ്ങാടി കൂടെ പോവുക. ഇന്നാളെ ഓൻ്റെ അങ്ങാടി നിന്നിട്ട് അവൻ്റെ തുണി കൊഴിഞ്ഞാടിപ്പോയി. അതേപോലെ ഓനൊരു മരത്തുമ്മ കയറി കോമഡി ഉണ്ട്. ഞാൻ കുറേ ആൾക്കാർ കേട്ടപ്പോൾ, അതായത് ഓൻ വീണ് മരത്തും വന്ന്, പക്ഷേ തുണി എന്തായാലും കൊമ്പുമ്പോൾ കൊളത്തി താഴത്ത് കൊന്നുടാൻ ചാടി. തുണിയാണെങ്കിൽ എടുക്കാനും ബജാങ്ങിട്ട് എടുക്കാറായിട്ട് ഓൻ്റെ ചമ്മൽ കൂടിയൊക്കെ ഇങ്ങോട്ട് ഇതടെ പൂത്തി വെച്ചേക്കേനി. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ പുൽകിയോ ചമ്മലിനെ പ്രണയിച്ച സഫീർ അലി എന്നൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പായി മാറി. കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതല്ലേ വിറക് വെട്ടാൻ വന്നതിന്. അപ്പോൾ അടിയിൽ ആ വിറക് ഏൽപ്പിച്ച താത്തി വരൊക്കെ ഉണ്ടായിന്. ഓല അടിയിൽ ഓലോടൊക്കെ ചൂടായോ പോകിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂമിൻ്റെ ഇതിൽ. അപ്പം ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചു വരട്ടെ കേട്ടോ. നോക്കുകയാണെങ്കിൽ നല്ലൊരു മഴ ഇങ്ങനെ ഇളം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് രാവിലെ തന്നെ ഗൈസ്. അപ്പം ഞാൻ തറവാടിന് മുന്നിൽ കൂടെ കേട്ടോ ഹോട്ടലിൽ പോകണം. ഇബലൊന്നും നീച്ചിട്ടില്ല, ഇബലൊക്കെ രാവിലെ. അങ്ങനെ ഗൈസ് രാവിലെ ഒരു പൊറോട്ട ഒരു കോഴിമുട്ട ലൈറ്റായിട്ട് കഴിച്ചു കുഞ്ഞോളെ. ഇജോ നീച്ചണമില്ല, ഈറടിച്ച് ആദ്യമായിട്ട് നേരത്തെ നീച്ചിട്ടാണ് ഈറടിച്ചിന്. മഴ തുള്ളിയിട്ടുണ്ട് ഗൈസ്, അതായത് ചെറിയ ചെറിയ തുള്ളികൾ അല്ലേ. വാനത്തുള്ളിയാണതേ, വാനത്തുള്ളി എന്നല്ലട്ടെ, വാനത്തുള്ളി പറഞ്ഞാൽ എന്താ എൻ്റെ വാനത്തുള്ളി പറഞ്ഞ വനങ്ങളുടെ കുഞ്ഞോളും ടിഷ ബേബി നീച്ചു ഗായ്സ്, നീച്ചു. എനിക്ക് സന്തോഷമായി. ടിഷക്ക് സന്തോഷമായോ? ടിഷ ബേബേ സന്തോഷമായോ? ടിഷ ബേബേ എന്നൊക്കെ മഴ ചാറുണ്ടോണല്ലേ ഞങ്ങളെ അല്ലേ ഗൈസ്? ചെറിയ ഇളം മഴ ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിപ്പോ ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ് ഒരാക്കാൻ വേണ്ടിട്ടല്ലേ, ആ മഴയത്ത് ആ കുട്ടിനെയും കൊണ്ട് നിക്കണ്ടടി പമ്പറന്നോളെ അറിയാക്കാൻ വേണ്ടിട്ടല്ലേ. ടിഷ്യോ 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 എന്താണ്? ഏതാണ് സുഖമായിട്ടുള്ള കടത്തം? ചിച്ചാണി ആ ജിബ്രാൻ എന്താ പണി? അതിനൊന്നും അയക്കല്ലോ അവനൊന്നും. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഓടി പറഞ്ഞാൽ റോട്ടിൽ കൂടെ അല്ല കേട്ടോ. റോട്ടിൽ കൂടെ ഓടുമ്പോൾ എനിക്ക് ചടപ്പാ. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്ത് പോരണോ, വണ്ടിമ്മ പോകണല്ലാണ് പോരണോ, അങ്ങാടിക്ക നടക്കാൻ ഇറങ്ങിയോ? അപ്പൊ അത് ഭയങ്കര ഇടങ്ങേറാണ്. അപ്പൊ ഞാൻ ആ ഓട്ടം നിർത്തിയിട്ട് ഞാൻ ഇപ്പൊ ഒരു മെഷീൻ വാങ്ങിക്കണം, അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ജിബ്രാനായി ഓടുന്നുണ്ട്. ഞങ്ങളൊക്കെ എക്സസൈസിന്റെ ആൾക്കാരെ ഗൈസ്. കണ്ടില്ലേ, ജിബ്രാൻ ഇന്ന് രാവിലെ വന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എക്സസൈസ് ചെയ്യും അല്ലേ? എക്സസൈസ് എന്താണ് ചെയ്യുക? ഓവർ ഞെക്കി കളിച്ചെടുത്ത് കേട്ടോ. അറിയാതെ നെക്കിയാലേ ഇതുമ്മ കൈ തട്ടണം നോക്കണം കേട്ടോ. ഇവിടെ പിടിച്ചെടുത്ത് ഇത് പിന്നെ അയിമലൊന്നും നെക്കിയാണ്ടല്ലേ, അയിമലൊന്നും നെക്കിയാണ്ടല്ലേ കൂടെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. പുറത്ത് പോയിക്കാം ഓലവിടെ എന്തായിക്കോട്ടെ, ഞങ്ങൾ മാപ്പിളി പെണ്ണുങ്ങളല്ലേ അല്ലേ ഗൈസ്? ഞങ്ങൾ മാപ്പിളി പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ ഓല കാത്തിക്കണം? എന്ത് സ്പീഡ് കൂട്ടിയാലേ അരിച്ചാലേ കാരട്ടെ ജിബ്രുവോ. ഇവിടെ നിന്ന് ഇരിക്കാം. ഇവിടെ നല്ല ബാക്കിൽ നല്ല പുല്ലുമേടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പൊ ഇജ്ജ് രാവിലെ എന്തായാലും ചായക്കടി ഉണ്ടാക്കിക്കണോ? പുട്ട് ഒന്നുകൂടി പറഞ്ഞ ചിലപ്പോ ചില വാക്കുകൾ ഈ കാര്യം കുട്ടികളെ ചിരിപ്പിക്കണത്. പുട്ടും ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കണ. ആണ് 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 അതിന് തന്നെയാണ് ചിരിക്കണത്. എനിക്ക് പറയട്ടാ,
ചെറിയ നിർത്തട്ടെ. ആ പുട്ടും ചിക്കൻ കറി ടിഷ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിക്കണേട്ടോ. ഇങ്ങോട്ട് വെക്ക്. പുട്ടും ചിക്കൻ കറി പുട്ടേ. ടിഷ സുന്ദരി ടിഷ ചെറിയൊക്കെ തുടങ്ങിയിരിക്കണിപ്പോ. ചെറിയൊക്കെ തുടങ്ങിയിരിക്കണ് ഗായ്സ്. എല്ലാരും ടിഷയുടെ ചിരിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാ. കമന്റ്സിൽ ടിഷയോട് ചിരിക്കാൻ പറയുങ്ങൾ എല്ലാരും. 2 മാസമായിട്ട് അതേമാതിരി ടിഷ ബേബിക്ക് തന്നെ ടിഷ അപ്പൊ ഗൈസ് ടിഷ ബേബിക്ക് 2 മാസമായി എന്നാണ് ഇപ്പൊ പറഞ്ഞല്ലേ. 60 ദിവസം കഴിഞ്ഞു. 65 days ആയി. പിന്നെ ഇന്നലെ ചെറിയൊരു ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കാച്ചിൽ കുടിച്ചാണ് തോന്നുന്നു. കാരണം പെരീത്തെ ഗ്യാസ് കഴിഞ്ഞിട്ട് കുഞ്ഞോള് പട്ടിണിയായിരുന്നു ഒന്നും തിന്നാതെ. ലാസ്റ്റ് കുട്ടിക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും തിന്നുന്നല്ലാതെ പക്ഷെ ഇങ്ങനെ വയറ് കാലിയായി കിടക്കുമ്പോ കാച്ചിൽ കുടിച്ചും പറയുന്നേക്കാം. കുട്ടിക്ക് കാച്ചിൽ കുടിച്ചു ഇറങ്ങാണ്ട് കുട്ടി. അച്ഛനെയാണ് പണി, എനിക്ക് തന്നെയാണ് പണി അറിയാ. പ്രസവിച്ചോളൊക്കെ ഉണ്ടായി കുട്ടിന്റെ അപ്പി കൈകി കൊടുക്കാനും കാണിച്ചെടുത്തപ്പോ മണ്ടിയൊക്കെ അല്ല പിന്നെ കുട്ടിന്റെ അപ്പി കാണിച്ചു കൊടുത്ത പിന്നെ കാണിച്ചെടുക്കല്ല ക്ലീൻ ചെയ്യാനായിരുന്നത്. അതൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത്. തലയില് വെള്ളം കാരണം അത് ക്ലീൻ ആവൂല ഓലൊന്നും ചെയ്താല്. എന്നാലും നിങ്ങളോ വിയർത്തു ഗൈസ്. വിയർത്തതും പിന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് നനഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. തലയൊക്കെ നനഞ്ഞേക്കണേ ഇല്ലേ ചെറുതായിട്ടില്ലേ. അപ്പൊ നിങ്ങളെല്ലാരും ലൈക്കും കമന്റൊക്കെ അടിക്കട്ടോ ഗൈസ്. കാരണം നിങ്ങളൊക്കെയാണ് നമ്മളെ ശക്തി. അതേപോലെ ഔതുക്കുഞ്ഞ് തറവാട്ടിക്ക് വിരുന്നു പോയതാണ്. അമ്മമാരുടെ കുട്ടിയാണല്ലോ ഓനെ. ഐസ്ക്രീമിന്റെ ബോക്സ് കൊണ്ടുവന്നിട്ട് വരെ ഓന് പോയി തിന്നുകാണ്ട് പോയി. ഇനി ഇവിടെ വരുമ്പോ തപ്പും. അത് വേറെ കാര്യം. എന്താ തിന്നേ? ഒരു മുട്ടായി കടലാസിന്റെ ഇത്ര ഒരു പേക്കണ്ട. ഇതെപ്പോഴാ തിന്നേ? ഇതാരെ കൊണ്ടുവന്നേ? ഇവിടെ നിക്കാനും പറ്റൂല. കുഞ്ഞുണ്ണിന്റെ അവിടെയും പോയി നിക്കണോ 2 ദിവസം തുവക്കാട് എല്ലായിടത്തും പോയി നിക്കുകയൊക്കെ ചെയ്തു. വിരുന്നാരന് അതായത് ഓനെ ഉമ്മച്ചി ഇപ്പച്ചിന്റെ ഒപ്പം തന്നെ നിക്കണം എന്നില്ല. പിന്നെ അതേ മാത്രല്ല ഇനിയിപ്പോ ഇന്ന് മുതലൊക്കെ നമ്മള് രാത്രി കുട്ടികളെ മാറ്റി കിടത്താനുള്ള ഒരു പ്ലാനാണ് അല്ലേ. റൂം മാറ്റി കിടത്താനുള്ള റൂം വെറുതെ ആയി അറിയണേക്കല്ല. അത് മാത്രമൊന്നല്ല കേട്ടോ. ഇബ്രാഹിമൊക്കെ പാളിയൊക്കെ തുടങ്ങിയിരിക്കണ് രാത്രി നീച്ച് കണ്ട്. അപ്പോൾ 5 വയസ്സായി മാറ്റി കിടത്തണം എന്നാ. 7 വയസ്സായി. അപ്പൊ ഇനി 3 ആള് മാറ്റി കിടത്താം. അങ്ങനെയാണ് പ്ലാൻ. എന്താകും കടന്നോളും, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തന്നെ ഇതൊക്കെ സീറ്റിംഗ് ആയാലേ. തള്ളാരും നന്ദാരും മക്കളെടുത്തില്ല. എത്ര ഗൾഫിൽ പോണവരും ഉണ്ട് മക്കളെ നാട്ടിലിട്ട് കണ്ട് ചെറിയ കുട്ടികളെ പൈസക്കും വേണ്ടിയിട്ട്. നമ്മളങ്ങനെയൊന്നുമില്ല. നമ്മൾ റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് മാറ്റി. പക്ഷെ അതിന് തന്നെ ഞങ്ങൾക്ക് മനസ്സിക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഓലെ വേറെ റൂമിൽ ഓല ഒറ്റക്ക് കിടക്കണത് അല്ലേ. നമ്മളെ റൂമും വാതിലടക്കേണ്ടി വരും. ഓരോ റൂമും വാതിലടക്കണം. 2 റൂമിൽ AC ഉണ്ടാകും. AC ഇല്ലാതെ ഓരോ റൂമിൽ കിടക്കാനും കഴിയൂല ചൂടോണ്ടേ. അതിൽ തുറന്നിട്ടാണ്ടില്ല കിടത്ത. അല്ലാതൊക്കെ നല്ലതാണ്. ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് ഒറ്റപ്പെട്ട് ആ ഒരു മെച്യൂരിറ്റി വരുന്നത് നല്ലതാണ് കുഞ്ഞോളെ കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിലായെന്ന് അങ്ങനെ തന്നെ. ഇനി AC ഇടുമ്പോ അന്നത്തെ AC പറഞ്ഞ മഴ ചെയ്യുമ്പോ ചോരല്ലേ ഇനി വെള്ളം ഇങ്ങനെ നനമേത്ത് കൂടെ. ഏതായാലും പിന്നെ ചീറ്റലടിക്കും മഴ ചെയ്യുമ്പോ. അപ്പൊ വാതിലടക്കൽ നിർബന്ധമാവും. കാറ്റും മഴ വന്നാല് പടച്ചോന്റെ കുതിരത്ത്. അല്ലാഹു അൽഹംദുലില്ലാഹ്. മറ്റോ എന്തൊക്കെയാ കേടെടുത്തുണ്ട് അവിടെ. ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വേണം കുളിച്ച് ഒന്ന് ഫ്രഷ് ആവണം. എന്നും രാവിലെ എണീക്കണം കേട്ടോ ഇനി മുതൽ കുഞ്ഞോളെ. ഓക്കെ ടിഷോ ജിഞ്ഞ ഇമ്മച്ചി നീച്ചിട്ടില്ലെങ്കിലേ ഇജ് വേണട്ടോ ഇമ്മച്ചിനെ വിളിച്ചോണത്താന്. നല്ല കുട്ടിയാട്ടോ. ഇനി അടങ്ങാറാക്കാത്ത കുട്ടിയാണ് സുന്ദരി കുട്ടി. ടിഷോ എന്നിട്ട് ജൈനോട് ഇങ്ങനെ ചൂടായാലുണ്ടല്ലോ. പക്ഷെ ഈ ജിബ്രാനും ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ അത്രയും അടങ്ങാറാക്കൂലെന്ന് ജിബ്രൊന്നേ. ഇങ്ങനെ കടത്തിയാലും അവിടെ കിടക്കും. പാലും ആണെങ്കിൽ പാലും. പക്ഷെ ജിബ്രാന്റെ ഇപ്പത്തെ സ്വഭാവമാണെങ്കിലോ ഇവിടെ ഉണ്ട്. കുട്ടീനെ കടിച്ച കുട്ടീൻ്റെ കാലിന് ഒരു ദിവസം കടിച്ച് തന്താൻ വിരലിന് ഒറ്റ കടി. വിക്കർസനാണ്.
അല്ലേ ജിബ്രാന്റെ അടുത്തേക്ക് പോകുമ്പോ വലുതായിട്ട് ശരിയാക്കി തരാറുണ്ടല്ലേ. നല്ല സ്വഭാവം തന്നെ എച്ചും കിട്ടിക്കണെന്നാണ് അവള് കരുതണത്. ഓന് ഇതേമാതിരി ചെറുപ്പത്തിൽ പാവേന് അന്തിക്ക് രാത്രി ഒരു 12 മണിക്ക് ഉറങ്ങിയ പിന്നെ രാവിലെ 30 നീച്ച ഇതേമാതിരിയാ ജുബ്രൊക്കെ. പക്ഷെ ഇബ്രൊന്നും അങ്ങനെയല്ല, ഇനി രാത്രി ഉറങ്ങണ്ടേന്നല്ലേന്നും. ഇതിനെക്കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ. ഞങ്ങൾ നല്ല കുട്ടികൾ അതന്നെയാണ്. ചെറുപ്പത്തിലില്ല, ഞങ്ങൾ വലിപ്പത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ജുബ്രുവിനൊക്കെ പഞ്ഞി കിട്ടോണ്ടിട്ടാ. അതിനാണ് അവള് വെയിറ്റ് ചെയ്യണത്. എത്ര തല ക്യാമറയ്ക്ക് നോക്കാത്തത്. എന്നിട്ട് നോക്കടി, വ്ളോഗിങ് ഫാമിലിയിലാണ് ജനിച്ചത്, മനസ്സിലായോ? ഞാനിങ്ങനെ തന്നെ അവള് മുഖം കൊടുത്തിട്ടില്ല. അപ്പൊ ശരി കേട്ടോ ഗൈസേ. അങ്ങനെ ഗൈസ് നമ്മള് തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ തറവാട്ടിലെത്തിയപ്പോ നമ്മൾ ഔതക്കുഞ്ഞ് കണ്ടില്ല ഇവിടെ കുറെ ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ കൂടിയേക്കാണ്. അല്ല ഔതക്കുഞ്ഞ്, എനിക്ക് പെരേക്ക് വരണമെന്നില്ല കൂട്ടല്ല. എന്താ പോരാത്തേ? അല്ലും ചിലു വൈകുന്നേരം വന്നോട്ടെ. എന്തിനാണ് ഇപ്പൊ ഇവിടെ നിക്കണത് എന്ന് ചോദിച്ചേ. അനെ കാണാൻ പൂതിയായിക്കണല്ലോ ടീഷ മോൾക്ക്. എപ്പോഴും എന്നെ അങ്ങനെ ചോദിച്ചു ടീഷ മോള് അറിയണാണോ. അപ്പോളോ ഇതാണ് ഓൻ്റെ അവസ്ഥ. അതായത് ഓനക്കിപ്പോൾ ഞങ്ങളൊന്നും വേണ്ട, ഓൻ ഇവിടെ അങ്ങോട്ട് നിന്നാൽ മതി. എന്താണ് അവസ്ഥ ഗൈസ്. പിന്നെ ഇന്ന് ഇവിടെ ഉച്ചക്ക് ഇവിടെ തറവാട്ടിലാണ് ചോറ്. അത് ഗ്യാസ് കഴിഞ്ഞോണ്ടൊന്നുമല്ല കേട്ടോ. അമ്മ അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഇവിടെ കൂടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് രാത്രി നമുക്ക് അവിടെയും കൂടാറുണ്ട് ഞാൻ. അങ്ങനെ ഇന്ന് ഉച്ചക്ക് വടി രാത്രി അവിടെ, അങ്ങനെ നമ്മളെ പ്ലാൻ. ഓക്കെ ഗൈസ്, ചോറ് നട്ടോ പോയോട്ടെ അയക്കണോട്ടെ. അല്ലമ്മ ചോറായിട്ടില്ല, പൈച്ചുണ്ട് മനസ്സിനെ. നിങ്ങൾ ഇവിടെ ഇതാക്കാ മറിച്ചാറിഞ്ഞാണ്ട് ഞങ്ങൾ അവിടെ കൂടെ ചോറ് മേടാതെ വെറും ചോറ് മതി. കൂട്ടാനയക്കണോ? വെറും ചോറ് മാത്രം മതിയോന്ന് വെച്ച് അതാണോ വെറും ചോറ്? നെയ്ച്ചോറ് അതിനൊന്നും ഇവിടെ നേരമില്ല. ഡേഷോ ടിഷ്യൂന്റെ പേപ്പറിന്റെ ടിഷ്യൂ പേപ്പറിന്റെ എങ്ങനെ അവിടെ എത്തി? പെരുന്നാക്കിട്ട് പോയതോ? കുഞ്ഞോട് ചോറ് വെച്ചിക്കണ അപ്പൊ ഓല് വരൂല. കുഞ്ഞോട് ചോറ് വെച്ചിട്ട് വരൂല. കുഞ്ഞോട് പറഞ്ഞ അവിടെ ചോറ് വെച്ചിട്ട് പറഞ്ഞു. ഞാനാ പറഞ്ഞപ്പോ പിന്നെ അരി ഇട്ടണോളേ. ഞാൻ ചെന്നപ്പോ അരി ഇട്ടിക്കണോളേ. അരി ഇട്ടിട്ടില്ല. പറഞ്ഞല്ലോ നിങ്ങൾ വിളിച്ചപ്പെട്ടിട്ട് ഓൾക്ക് കേക്ക് എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ ചെന്തിനെ പിന്നെ അരി ഇട്ട് വെച്ചു. അപ്പോൾ അറിഞ്ഞിപ്പോ രാത്രി ഏതായാലും ഇവിടെ കൂടില്ല. അപ്പൊ വെറുംചോറ് തന്നെയല്ലേ വെക്കണത്. അപ്പൊ വെറുംചോറ് കൂടെ കൂട്ടിയാ പോരെ വെച്ച് എന്നാ അങ്ങനെ അടുക്കളാറിന് ഞാന് നെയ്ച്ചോറ് തന്നെ അല്ലേ? എന്നിട്ട് ബിരിയാണി അല്ല, ബിരിയാണിയാണ് നെയ്ച്ചോറ്. അതാണ് എളുപ്പം. ഉമ്മാക്ക് ഡബിൾ ചിഹ്നം ഉണ്ടല്ലേ? ഞങ്ങൾക്ക് ഡബിൾ ചിഹ്നം ഉണ്ടല്ലേ? അതവിടെ കരി കഴിഞ്ഞോ അല്ലേ? ഡബിൾ ചിഹ്ന ഇങ്ങനെ ഇങ്ങനെ കഴുത്ത് ചാടുന്ന ഇപ്പോഴത്തെ ഫാഷന്. കഴുത്തില് എല്ലാവർക്കും അത് പോകാൻ വേണ്ടിയത്. ഇന്നൊക്കെ വലുതായി വരികയാണ്. തീറ്റ കൂടിയിട്ടാണ് അതേ. തീറ്റ കൂടിയിട്ടല്ലേ ഗൈസ്? ഞാൻ തടി മേഞ്ഞിക്കണേ. ഞാനേ 70 ആ മെഷീൻ പോക്കുണ്ടോ? പിന്നെ എങ്ങനെ പോക്കില്ല. പിന്നെ ഞാന് ഒരു മരുന്ന് കുടിച്ചിട്ടുണ്ട്. മരുന്നല്ല, സിഫത്തിന്റെ മരുന്ന് കുടിച്ചിട്ടുണ്ട്. സ്ലിംറ്റിന്റെ കുറവുണ്ടോ? കുറവുണ്ടോ? എപ്പോഴൊന്നും ദിവസമൊന്നും കുടിച്ചൂലേ. എപ്പോഴെങ്കിലൊക്കെ തിളപ്പിച്ചുകൂടെ ആയിക്കൂടെ കുറച്ച് വേറെ കരിഞ്ചീരൊക്കെ ഇട്ടുകാടൊക്കെ ഒക്കെ കുടിച്ചു. നമ്മളതായിട്ടില്ലേ. അപ്പൊ ചോറായിട്ടില്ല. അപ്പൊ ഇന്ന് പട്ടിണിയാ. ഞാൻ പോവുക. ചിക്കനൊക്കെ നോക്കുകയാണ്. ഈ ചിക്കനാണ് ഉമ്മപ്പാവും പറഞ്ഞതിൽ പെട്ട ചിക്കനാട്ടത്. ഇതായിട്ട് വേണം അൻഷഫ് മുനിക്കലിന് ചോറുന്നാന്. നടക്കണ കാര്യം തന്നെ ഇപ്പൊ പറയുന്നത്. വേണ്ട വേണ്ട, അത്ര ദാരിദ്ര്യമൊന്നും ഇല്ല അൻഷഫ് മുനിക്കലിന്. ഞാൻ പോവുക. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞങ്ങൾ തറവാട്ടിലാണ് ഗായ്സ്. ഇന്ന് ചിഞ്ചുവിന്റെ റൂമിലാണ് ഗായ്സ്. ഞാനും കുഞ്ഞോളും
എന്ത് ചിഞ്ചു വീഡിയോ കണ്ടാൽ പൂസുമോ? അല്ല ചിഞ്ചു നല്ല അടിപൊളിയാക്കി പോയ റൂമേനി കുഞ്ഞുണ്ണിയും കുട്ടികളും ആകെ കുട്ടികളൊക്കെ നിരങ്ങിട്ടേ കുഞ്ഞോളെങ്ങനെ ചിരിച്ചേ? അച്ഛണ്ടാക്കി തിരിച്ചഞ്ചു പേരത്തേക്ക് വരുമല്ലേ? കുഞ്ഞോളെയും കുട്ടികളും നെഞ്ഞത്തേക്ക് വരില്ലേ? അപ്പൊ അച്ഛണ്ടാക്കാതെ ചിരിച്ചാണത്. പിന്നെ ഇന്ന് നമ്മളെ സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ് മറി വന്നിട്ടുണ്ട്. മറി എന്താ വർത്താനോ? സുഖല്ലേ? റാഹത്തല്ലേ? കേട്ടാ ആര്? മറ്റേ ബോബി ചെമ്മണ്ണൂരിന്റെ സമരത്തിനുണ്ടായമാര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ അല്ലുണ്ട് കേട്ടോ, അല്ലുണ്ട്, അതേപോലെ അല്ലുണ്ട്. എന്താണ്? ആമി. പിന്നെ ടിഷ ബേബി ഉണ്ട് അവിടെ കടന്നുറങ്ങുന്നുണ്ട്. നഗ്നബോഡി കാണിക്കലുണ്ട് ടിഷ ബേബിയെ. അപ്പൊ ഇന്ന് നമ്മള് തറവാട്ടിലാട്ട് എല്ലാരും കൂടിക്കണേ. പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ബിരിയാണിയും നെയ്ച്ചോറൊക്കെ തിന്ന് മടുത്തു വരണം. അപ്പോൾ പിന്നെ നമ്മളിന്ന് പൊറോട്ടയും ചിക്കൻ കറിയിലുമാണ് ഇന്ന് നമ്മള് ഉദ്ദേശിക്കുന്നത്. അല്ലേ അതിലോ കണ്ടില്ല ഇപ്പൊക്കെ കുറവാട്ടൊക്കെ. നിങ്ങൾക്ക് അവിടെ പോയിക്കോളി. ഇവിടെ അൻസിലമാമി ആളിയാക്കിയൊക്കെ ഇരിക്കുക. ഓളെ ഓലപ്പം പോകല്ലേ, നമ്മളവിടെ അടുക്കളയിൽ പോയിക്കോളി. ആ കുട്ടികൾ ആ ടേബിൾ മേലെ ആകെ നിരങ്ങിക്കണേ. ഞാൻ ജാസറിന് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നടന്നോളെ. ആ ആരി അൻസിനും ജാസറും അറിയില്ല. എവിടെ അൻസിനടി? അജിനെ അൻസിതവിടെ അൻസിതവിടെ അന്നടാ വിളിച്ചേ. ജാസറാക്കണ ഭക്ഷണം കഴിക്കണേ. ജാസറിനെ ആക്കി കൊടുക്കണേ. ആക്കി കൊടുക്കയാ അങ്ങാടിക്കായി കൊടുക്കാം. അങ്ങാടിക്കല്ലേ അങ്ങാടിക്കൊക്കെ മതി. അവിടുന്ന് ആരാ പോണ്? അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്ത് പോവില്ല. ഗൾഫ് കാക്കാനാണ്. ഗൾഫ് രാത്രിയോ? 2:00 എയർപോർട്ട് പോകുന്നോ? ഞങ്ങളെ ഗുജറാത്ത് പോയെന്നിട്ടോ. ഞങ്ങൾക്ക് 7 മണിക്ക് ഫ്ലൈറ്റ്. 6 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണത്. എത്തണ്ടേ? 7 മണിക്ക് ഫ്ലൈറ്റ് എടുക്കും. 6 മണിക്ക് ശരിക്കും അവിടെ എത്തണല്ലോ. 6 മണിക്കല്ല, 3 മണിക്കൂർ മുന്നേ എത്തണം. 3 മണിക്കൂർ 6:30 ആയപ്പോത്തിന് ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്തത്. 6:30 ആയപ്പോത്തിന് എത്തി. പറന്ന് വൈക്കില്ലേ? പറന്ന് പോകുന്നു. ഞാനതില് 140 കിലോ പോയിന്. കളിക്കാക്കണ്ടേ? ഓളൊക്കെയാണ് ജാഥ വിളിച്ചാൻ പോകുന്നത്. അഞ്ഞൂറ് ചെലവും കിട്ടോ? ഇല്ല, അതങ്ങോട്ട് കൊടുക്കണോ? എന്നിട്ട് എങ്ങനെ പോണേ? ടിക്കറ്റ് എടുത്തുക്കണോ? ജനറലിലൊന്നും വെറുതെ പോണ്ടോ. എല്ലാരും പോയിക്കണ്ടോ. ഉള്ളു തിക്കി തിരക്കി ജീവോടെ പോയി. ഇങ്ങനെ കൊടുക്കണേ. ല്ലോ ചിരിച്ചാലെന്തോ ഉദയം കാണാൻ ഞങ്ങൾ ഉദയാണത്. ഹൗദാ ജി പൊറാട്ടി നടന്ന് ഇങ്ങനെ തിന്ന് നടക്കുക. അല്ല എന്താ കുറവിളിച്ച പറഞ്ഞോളൂ കേട്ടോ. എന്താ കുറവിളിച്ച പറഞ്ഞോളി അറിയാം.
ബിരിയാണി കഴിച്ച് മടുത്തു പറഞ്ഞ എല്ലാവരും. ആ പൊറോട്ട ഉണ്ടാക്കി. ആ അപ്പൊ പിന്നെ വെറുംചോറ് പിന്നെ എല്ലായിടത്തും അപ്പൊ ഒന്ന് പൊറോട്ട വെറൈറ്റി പിടിക്കച്ചു. എന്തൊരു കുറവുണ്ടോ ഉപ്പും മുളക്? അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ അല്ല. അല്ല എന്താ ഇന്നെ പോവുക? നാളെ രാവിലെ 5:30ക്കാണ് ഫ്ലൈറ്റ്. ആ അപ്പൊ 3 മണിക്ക് പോകേണ്ടി വരും. 3 മണിന്റെ മുന്നേ പോണം. 3 മണിക്കായിട്ട് റിപ്പോർട്ട് ആക്കണം. 3 മണിക്കൊക്കെ ഞങ്ങൾ ഇന്നാൾ ഇവിടുന്ന് പോയപ്പോ 6:00 7 മണിക്ക് ഫ്ലൈറ്റ് 6:00 റിപ്പോർട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് ടൈമിൽ പഠിച്ചാലപ്പോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് ചിലപ്പോ ക്ലോസ് ചെയ്യും. ചില 3/4 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്ത് 1 മണിക്കൂർ മുന്നേ ക്ലോസ് ചെയ്യും. പിന്നെ പോലെ ആ കാല് വഴി പിടിക്കണം. അതേപോലെ ലഗേജ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവർക്ക് അതാണ് ടൈമിങ്. മറ്റേ പ്രൊസീജിയറിന് ടൈം എടുക്കൂല. നമ്മളാ റിസ്ക് എടുക്കണ്ടല്ലോ. എന്നിട്ട് എങ്ങനെ പോണേ? വണ്ടി മറ്റേ ഏട്ടന്റെ വണ്ടിന്റെ ചായച്ചന്മാരൊന്ന് സഹായിക്കാനൊരു മനസ്സല്ലല്ലോ. കുട്ടിപ്പട്ടാളം പൊറോട്ടയും ബീഫും തിന്നട്ടെ ഗൈസ്. കറിയും കൂടി എന്തമ്മ കറിയും കൂടി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയണ. രണ്ട് ഇതൊക്കെ ആയിട്ട് പോകണേ ഇപ്പൊക്കെ അങ്ങനെ പറയണെന്നുണ്ട്. ഒരു കറി കൂടി കിട്ടിയിട്ടില്ല ഞങ്ങക്ക്. ആ ടൊയിച്ചോടി ആക്കണ അതിലില്ല കറി ഒരിക്കൽ കൊടുക്കി. അതാണ് തീർത്തി ആക്കണ സാധനം വന്നിട്ട് ഇനി കൊടുക്കാലോ അല്ലേ. ഒരു ചെമ്പ് കറി ഉണ്ട് ഗൈസ്. പക്ഷെ കുട്ടികൾ അർജന്റ് കൂട്ടിയപ്പോൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഗൈസ്. കണ്ടില്ലേ ചെമ്പ് കറി കഴിയുമ്പോൾ പുള്ളി എന്താ കുറവിളിച്ചോ പറഞ്ഞോളിട്ടോ. കറി വന്നിട്ട് തരും കേട്ടോ. ഓക്കെ അത് കുഞ്ഞേ എന്താ വണ്ടി ഇനി സമാധാനോ?